എഴുതിക്കോളൂ. The next heading is uniform circular motion. നിങ്ങൾ അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ. യൂണിഫോം സർക്കുലാർ മോഷൻ. എഴുതിയില്ലേ? Did you write the heading uniform circular motion? Yes. Sir. അതിന് താഴെ എഴുതിക്കോ, it is circular motion with a constant speed. യൂണിഫോം സർക്കുലാർ മോഷന്റെ താഴെ എഴുതിക്കോളൂ, it is circular motion with a constant speed. യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത് എന്താണ്? സർക്കുലാർ മോഷൻ വിത്ത് എ കോൺസ്റ്റന്റ് Speed. സ്പീഡ്. എക്സാമിന് വരുന്ന പോലുള്ള ക്വസ്റ്റ്യൻസ് ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യുമോ? എടാ, എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അത് പ്രാക്ടിക്കലായിട്ട് പോസിബിൾ അല്ലല്ലോ. കാരണം അല്ല സാർ, അങ്ങനെയല്ല. ആ ഇപ്പോ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോ നമ്മളിപ്പോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഹൈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ. അപ്പൊ അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം. എന്താ ഇതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഓരോ സ്പെസിഫിക് ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് എക്സാമിന് ഇടുന്നുണ്ട്. ആ എക്സാമിന് ഇടുന്ന ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് ഇൻസ്റ്റിങ്ക്റ്റ് കൂടില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യുന്നറിഞ്ഞാല്, നമ്മളുടെ ഈ ഒരു ടോപ്പിക് കുറച്ച് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എൻട്രൻസിനായിട്ടുള്ള ഒരു സെഷൻ ഉണ്ടാവും. എൻട്രൻസിനായിട്ടുള്ള ഒരു സെഷൻ. ആ എൻട്രൻസിനായിട്ടുള്ള സെഷനിൽ നമുക്ക് കുറച്ചുകൂടി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിഞ്ഞാല് നമ്മൾ കുറച്ചുകൂടി തിയറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് പോകുന്നത്. ഓക്കെ, നോക്കാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷേ നീ പറഞ്ഞ ഉദ്ദേശം എനിക്ക് കാര്യം മനസ്സിലായി. സ്ക്രീൻ കാണാൻ ഇല്ല. നിങ്ങൾക്ക് ആർക്കും ഞാൻ ഇപ്പോൾ വരയ്ക്കുന്ന സാധനങ്ങൾ കാണുന്നില്ലേ? കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ അവിടെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒന്നുകൂടി സ്ക്രീന് വേറെ എന്തെങ്കിലും നോക്കി നോക്കൂ. അല്ലെങ്കിൽ നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കണം. Okay, then now നമ്മൾക്ക് യൂണിഫോം സർക്കുലാർ മോഷൻ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ കുട്ടികളെ. എക്സാമിന് ഡിസ്കസ് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളിപ്പം എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആ ചോദ്യത്തിനെ ഒന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തതുപോലെ സാർ അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും. ക്ലിയർ? ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിൽ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം. പിന്നെ വേറൊരു കാര്യമുണ്ട് കുട്ടികളെ, നിങ്ങൾക്ക് ഒരു സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ക്ലാസ് നല്ലതായത് കൊണ്ടല്ല മെജോറിറ്റി കുട്ടികൾക്കും നല്ല റാങ്കിലേക്കും നല്ല മാർക്കിലേക്കും എത്തുന്നത്. അവർക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ്. ടീച്ചർ പറഞ്ഞു തന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് അവര് റിസ്ക് എടുത്തിട്ട് വലിയ വലിയ പ്രോബ്ലങ്ങളെ അറ്റംപ്റ്റ് ചെയ്യുകയും അതിന്റെ സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ്, എക്സാമിനുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നിങ്ങൾ ഒരു എക്സിബിഷൻ അല്ല. നിങ്ങളുടെ ചില ആളുകൾ, കുറെ ആളുകൾ സിൻസിയർ ആയിട്ട് തന്നെ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ തന്നെ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. വേറെ കുറെ ആളുകൾ എനിക്ക് അറിയാം, കുറച്ച് കുട്ടികൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചീറ്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അങ്ങനെ സ്മാർട്ടായിട്ട് ചീറ്റ് ചെയ്തിട്ട് നല്ല മാർക്ക് കിട്ടുന്ന ആളുകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ പറഞ്ഞാല്, ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് റെഗുലർ ആയിട്ട് എക്സാം ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ആ എക്സാംസ് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ലാസ്റ്റിലേക്കാണ് മനസ്സിലാവുക. എങ്ങനെയാണ് ബെനിഫിഷ്യൽ ആവുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പുതിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് അറിയുന്ന രീതിയിലൊക്കെ ചിന്തിച്ചിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കണം.
അങ്ങനെയാണെങ്കിലും ഉള്ളൊരു പബ്ലിക് എക്സാം വരുന്ന സമയത്ത് നമുക്ക് ഇതേ രീതിയിലുള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് പ്രതികരിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ട്രെയിനിങ് കൂടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ക്ലിയർ? അതില് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക്, അല്ലെ ഞാൻ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ തന്നെ നിങ്ങൾക്ക് എക്സാമിൽ ഇടുക എന്ന് പറയുന്നതിൽ എനിക്ക് അതിനോടൊരു താല്പര്യമില്ല. കാരണം എനിക്ക് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന ഒരാളാവണം എന്നാണ് എനിക്ക് താല്പര്യമുള്ളത്. ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എനിക്കറിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന രീതിയിലാവണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് എക്സാമിന് മാർക്ക് കുറയും എന്നുള്ള പേടി നിങ്ങൾ വേണ്ട. എന്ത് ക്വസ്റ്റ്യൻ വേണേ വന്നോട്ടെ, നിങ്ങൾ അതിനെ പഠിച്ചിട്ട് അറ്റംപ്റ്റ് ചെയ്യാം. അറ്റംപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. ക്ലിയർ? അത് ഓവറോൾ അൾട്ടിമേറ്റ് ആയിട്ട്, ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയട്ടെ, അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ. എങ്ങനെ? നിങ്ങൾ 100% സിൻസിയർ ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കണ്ടുപിടിക്കണം എന്നുള്ള ഉള്ളിലുള്ള ആഗ്രഹം വേണം. എന്നിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ ബുദ്ധിപരമായിട്ട് തിരിച്ചും മറിച്ചും അതിലേക്ക് അപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫൈനൽ എക്സാം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലത്തെ കുറെ പ്രാക്ടീസ് ഉണ്ടാവും. നല്ല ലീഗിൽ കളിക്കുന്ന ആളുകൾ, ഫുട്ബോളൊക്കെ കാണുന്ന ആളുകളാണെങ്കിൽ യൂറോപ്പിലുള്ള ഒരുവിധം എല്ലാ ടീമുകളും നല്ലോണം കളിക്കുന്നുണ്ട്. അവിടെയുള്ള എല്ലാ ടീമിലെയും പ്ലെയേഴ്സ് അത്യാവശ്യം നല്ലോണം കളിക്കുന്നുണ്ട്. കാരണം എന്താ പറഞ്ഞാല് അവരവിടെ ടഫ് ആയിട്ടുള്ള കോമ്പറ്റീഷനിലാണ്. ഇന്ത്യൻ അല്ലെ ഏഷ്യൻ കോണ്ടിനെന്റിലുള്ള കൺട്രീസിലുള്ള പ്ലെയേഴ്സ് ഒന്നും അത്രത്തോളം നല്ല രീതിയിൽ കളിക്കാത്തത് എന്തുകൊണ്ടാണ്, ഫുട്ബോളിൽ നല്ല രീതിയിൽ ഷൈൻ ചെയ്യാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ടഫ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഇല്ല. ഓക്കെ, നിങ്ങളുടെ ലിമിറ്റിനെ നിങ്ങൾ ഇങ്ങനെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യൂ, കിട്ടാത്ത കാര്യങ്ങൾ ചോദിക്കൂ, ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ? ലൈവ് ക്ലാസ്സിൽ ചോദിച്ചോളൂ, അപ്പോഴേ ഉള്ളൂ നിങ്ങൾക്ക് എന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ വിചാരിക്കുകയാണ് സാറിന് ഞാനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതെന്താ സാർ അതിൽ റിപ്ലൈ തരാത്തത്, അല്ലെ സാറിന് അങ്ങനെ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് അതിന് ഉത്തരം പറഞ്ഞൂടെ? നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പൊ എത്ര കുട്ടികളുണ്ട്? ഇപ്പൊ നമ്മളുടെ ക്ലാസ്സിൽ ഒരു 50 കുട്ടികളുണ്ടോ അതിൽ കൂടുതൽ ആളുകളുണ്ട്. ഇപ്പം പ്രസന്റ് ആയിട്ട് 40 കുട്ടികളൊക്കെയാണുള്ളത്. അപ്പോൾ അതിലുള്ള ഓരോ കുട്ടികളും ഒരു ഡൗട്ട് വീതം ചോദിക്കുന്നുണ്ട് കരുത്. നിങ്ങൾക്ക് മാത്രമാണോ ഞാൻ ക്ലാസ് എടുക്കുന്നത്? അല്ല, നിങ്ങൾക്ക് എടുക്കുന്നുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ കുട്ടികളുള്ള കുറേ ബാച്ചുകളിലും അതിനേക്കാൾ കുറച്ച് കുട്ടികളുടെ ബാച്ചുകളിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ കുറേ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. അവര് വിചാരിക്കുന്നത് ഞാൻ ഒരു ഡൗട്ടല്ലേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ഓരോരോ ആൾക്കാർ ഒരു ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ തന്നെ അത് എൻ്റെ വാട്സപ്പില് വലിയൊരു ലോഡ് ഓഫ് മെസ്സേജ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ ഡൗട്ടുകൾ ചോദിക്കുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാൻ സാധ്യത ഉള്ളത്. ഇനി അതിന്റെ ഉത്തരം എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ അറിയില്ല എന്ന് പറയും, പിന്നെ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, സോ നമുക്കിവിടെ we have to speak about the uniform circular motion. Circular motion with a constant velocity എന്നാണോ കോൺസ്റ്റന്റ് സ്പീഡ് എന്നാണോ യൂണിഫോം സർക്കുലർ മോഷൻ നമ്മൾ പറഞ്ഞത്? കോൺസ്റ്റന്റ് സ്പീഡ്. കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ സർക്കുലർ മോഷൻ വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് we are considering a circle. ഓക്കെ, ഒരു സബ്സ്റ്റൻസ് നമുക്ക് ദാ ഇങ്ങനെ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഏത് ഡയറക്ഷനിലാണ് ഈ സബ്സ്റ്റൻസ് സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ? സബ്സ്റ്റൻസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ സർക്കുലർ മോഷന്റെ സെന്റർ എവിടെയാണ്? അതിന്റെ റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത് ലെറ്റ് മീ സേ ഇറ്റ് ഇസ് r. ആ സർക്കുലർ മോഷൻ എന്ന് പറയുന്നത് ഒരു 2 ഡയമെൻഷണൽ മോഷൻ അല്ലേ? ആണോ?
രണ്ട് ആക്സിസ് Yes, sir. ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന മോഷൻ അല്ലേ? Yes, sir. ആ സർക്കുലാർ മോഷന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ത് വെലോസിറ്റി? Instantaneous ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് ആ സർക്കുലാർ മോഷനിൽ ഏത് പോയിന്റിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണോ കണ്ടുപിടിക്കേണ്ടത് അവിടെ നിന്ന് ഒരു ടാൻജന്റ് വരച്ചാൽ ഉള്ള രീതിയിലായിരിക്കും. അപ്പൊ ഇതായിരിക്കും ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ്. കാണുന്നുണ്ടോ? Sir. റേഡിയസ് ഓഫ് ദ സർക്കുലാർ പാത്തും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90 degrees. പെർപെൻഡിക്കുലർ ആണ്. ഇനി ഈ യൂണിഫോം സർക്കുലാർ മോഷനിൽ നമുക്ക് അറിയേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. അതിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് ടാൻജന്റ് ഡ്രോൺ ഫ്രം എ പെർട്ടിക്കുലർ പോയിന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ആയിരിക്കും അല്ലെ? ആണോ? അപ്പൊ എഴുതി വെച്ചോ, instantaneous velocity will be in a tangent drawn. Instantaneous velocity will be in a tangent drawn in the direction of motion. Its instantaneous velocity will be in a tangent drawn in the direction of motion. Tangent drawn in the direction of motion. എഴുതിയോ? Yes, sir. Yes. Yes, sir. അപ്പോൾ tangent drawn in the direction of motion. ഇനി അടുത്തതായിട്ട് എഴുതുക ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ. Write the next heading, time period of revolution. എഴുതിയോ? Time period of revolution, capital T. Time period of revolution, capital T എന്ന് പറയുന്നത് capital T എന്ന് ബ്രാക്കറ്റിൽ എഴുതിയില്ലേ? അതിന് താഴെ എഴുതുക it is the time taken for one complete revolution. ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണ് എഴുതേണ്ടത്? ഇറ്റ് ഇസ് ദ ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ. എഴുതിയോ? Did you write it? It is the time taken for one complete revolution. എഴുതിയില്ലേ കുട്ടികളെ? Yes, sir. അതിന് താഴെ അടുത്തൊരു ഹെഡിങ് ആയിട്ട് എഴുതുക ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ. ഫ്രീക്വൻസിനെ നമ്മൾ ന്യൂ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഫ്രീക്വൻസിനെ ഏത് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാം? ന്യൂ. ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ എന്ന് എഴുതിയില്ലേ? ബ്രാക്കറ്റിൽ ന്യൂ എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് താഴെ എഴുതിക്കോളൂ it is the frequency of revolution bracketly new. It is the number of revolutions completed in a second. എന്താണ് frequency? It is the number of revolutions completed in a second. ഒരു സെക്കൻഡിൽ എത്ര റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള എണ്ണത്തിനെയാണ് എന്ത് വിളിക്കുക? Frequency of revolution. It is number of revolutions completed in a second. എഴുതിയില്ലേ? Yes, sir. Yes, sir. So now you know what is time period and what is frequency. Time period എന്താ, frequency എന്താന്നുള്ളതൊക്കെ എഴുതി അല്ലേ? Yes or no? Yes, sir. Yes, sir. അപ്പോൾ ടൈം പീരീഡിന് എഴുതി, ഫ്രീക്വൻസിന് എഴുതി. ഇനി ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ആണ്. ഫ്രീക്വൻസി ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ്. അപ്പൊ ന്യൂ ഇസ് ഈക്വൽ ടു 1/t. എഴുതിയോ? Yes, sir. Yes, sir.
Yes. Now you have written nu is equal to 1 by t. Frequency is the reciprocal of time period. അതിന് താഴെ അടുത്ത ഹെഡിങ് ആയിട്ട് എഴുതിക്കോളൂ angular velocity. What's our next heading? Angular velocity. അതിനെ ഒമേഗ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ആംഗുലാർ വെലോസിറ്റിനെ നമ്മൾ ഏത് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാം? ഒമേഗ. ഒമേഗ. ആംഗുലാർ വെലോസിറ്റി ഒമേഗ. അതിന് താഴെ അതിന്റെ ഡെഫിനിഷൻ എഴുതിക്കോ. It is the rate of change of angular displacement. Angular velocity omega അതെന്താണ്? It is the rate of change of angular displacement. Angular velocity എന്ന് പറയുന്നത് rate of change of ആരാണ്? Angular displacement. Yes. Rate of change of angular displacement ആണ്. ഇക്വേഷൻ ആയിട്ട് എഴുതുകയാണെങ്കിൽ ഒമേഗ ഈക്വൽ ടു ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി ടി. ഇതാണ് ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻ. ഒമേഗ ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വെലോസിറ്റിക്ക് നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്, അതായത് ഡി എക്സ് ബൈ ഡി ടി ആന്ന് പഠിച്ചിട്ടില്ലേ? ഉണ്ടോ? അതേപോലെ വെലോസിറ്റി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താണ്? Angular displacement. അപ്പൊ ആംഗുലാർ വെലോസിറ്റിയുടെ എസ് ഐ യൂണിറ്റ് എന്താന്ന് ചോദിച്ചു. ആംഗുലാർ വെലോസിറ്റിയുടെ എസ് ഐ യൂണിറ്റ് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ആംഗിളിന്റെ എസ് ഐ യൂണിറ്റ് എന്താ? റേഡിയൻ. ടൈമിന്റെ എസ് ഐ യൂണിറ്റ് എന്താ? സെക്കൻഡ്. അപ്പം റേഡിയൻ പെർ സെക്കൻഡ് അല്ലെങ്കിൽ റാഡ് സെക്കൻഡ് റേസ് ടു -1. ഇതാണ് ആംഗുലാർ വെലോസിറ്റിയുടെ എന്ത്? എസ് ഐ യൂണിറ്റ്. അതേപോലെ ആംഗുലാർ വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താണെന്ന് ചോദിച്ചു. What is the dimensional formula of angular velocity? What is the dimensional formula of angular velocity? Angular velocity യുടെ dimensional formula. ആംഗിളിന് dimensional formula ഒന്നും ഇല്ലല്ലോ? ഇല്ല. ടൈമിനുണ്ടോ? ടൈമിനുണ്ട്. അപ്പോൾ t raised to -1 ആയിരിക്കും ആരെ dimensional formula? Angular velocity. Angular velocity യുടെ dimensional formula. അപ്പൊ നിങ്ങളൊന്ന് ഓർത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾ പറയാണ് സാറേ ഫ്രീക്വൻസിയുടെ ഡയമെൻഷണൽ ഫോർമുലയും ടി റേസ് ടു -1 തന്നെ അല്ലേ എന്ന് ചോദിച്ചു. ഒരു കുട്ടീനോട് ചോദിക്കുകയാണ് സാറേ ഫ്രീക്വൻസിയുടെ ഡയമെൻഷണൽ ഫോർമുലയും ടി റേസ് ടു -1 തന്നെ അല്ലേ? സംഭവം ശരിയാണല്ലോ അല്ലേ? ആണ്. അപ്പൊ ആംഗുലാർ വെലോസിറ്റിയും ഫ്രീക്വൻസിയും ഒന്നാണോ? ആംഗുലാർ വെലോസിറ്റിയും ഫ്രീക്വൻസിയും ഒന്നല്ല, പക്ഷേ ദേ ആർ ഹാവിംഗ് സെയിം ഡയമെൻഷണൽ ഫോർമുല. ക്ലിയർ ആണോ? ആംഗുലാർ വെലോസിറ്റിയും ഫ്രീക്വൻസിയും രണ്ടും രണ്ട് ആളുകളാണ്, പക്ഷെ അവർക്ക് ഒരേ ഡയമെൻഷണൽ ഫോർമുല ഉണ്ട്. Is it clear to you? Yes, sir. അപ്പൊ ആംഗുലാർ വെലോസിറ്റിനെ ഡി തീറ്റ ബൈ ഡി ടി എന്നാണ് എഴുതുക. എസ് ഐ യൂണിറ്റ് റേഡിയൻ സെക്കൻഡ് റേസ് ടു -1 ആണ്. ഡയമെൻഷണൽ ഫോർമുല ഡി റേസ് ടു -1 ആണ്. Its dimensional formula is equal to frequency, but they are not same. They are two different physical quantities. Clear? Yes, sir. അങ്ങനെയാണെങ്കിൽ ചോദിക്കുകയാണ് സാറേ ആംഗുലാർ വെലോസിറ്റിയും ടൈം പീരീഡും തമ്മിലൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. അതാണ് നമുക്ക് അടുത്ത് എഴുതേണ്ടത്. എഴുതിക്കോ. റിലേഷൻ ബിറ്റ്വീൻ ആംഗുലാർ വെലോസിറ്റി ആൻഡ് ടൈം പീരീഡ്. എഴുതിയോ? റിലേഷൻ ബിറ്റ്വീൻ ആംഗുലാർ വെലോസിറ്റി ആൻഡ് ടൈം പീരീഡ്. എഴുതിയ കുട്ടികളെ? അപ്പോൾ നമുക്കിപ്പോ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ അറിയണം? ആംഗുലാർ വെലോസിറ്റിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ അറിയണം. ഒരു സബ്സ്റ്റൻസ് കറങ്ങാൻ തുടങ്ങുമ്പം അതിന്റെ റേഡിയസ് ഇങ്ങനെയാണ് അല്ലേ? ഞാൻ ചോദിക്കട്ടെ,
1 റെവല്യൂഷനില് അത് കറങ്ങിയിട്ട് അതിന്റെ അതേ സ്ഥലത്ത് തന്നെ എത്തും അല്ലേ? ആണോ? Yes, sir. 1 റെവല്യൂഷനില് ഉള്ള ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കില്ലേ? Yes, sir. ഒരു റെവല്യൂഷനിലുള്ള ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ഒരു കംപ്ലീറ്റ് കറങ്ങാൻ വേണ്ട ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 360 degree. 360 degree. 360 ഡിഗ്രി. ആ 360 ഡിഗ്രി എന്ന് പറയുന്നതിനെ 2π റേഡിയൻ എന്നും പറഞ്ഞൂടെ? 360 Yes, ഡിഗ്രി sir. എന്ന് പറയുന്നതിനെ can we say it as 2π radian? Yes or no? Yes, sir. ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ കറങ്ങാൻ എടുക്കുന്ന ടൈമിനെ അല്ലേ ടൈം പീരീഡ് എന്ന് വിളിക്കുക? ആണോ? Yes, sir. യെസ്. അങ്ങനെയാണെങ്കിൽ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഡി തീറ്റ എന്ന് പറയുന്ന ആളുടെ വില 2π ആണ്. ഡി ടി എന്ന് പറയുന്ന ആളുടെ വില ക്യാപിറ്റൽ ഡി എന്ന് കൊടുത്തൂടെ? അങ്ങനെയാണ് Yes, sir. ഒമേഗ ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി എന്നല്ലേ നമ്മൾ പഠിച്ചത്? അതിനെ എങ്ങനെ എഴുതാം? therefore ഒമേഗ ഈക്വൽ ടു 2π ബൈ ടി എന്ന് മാറ്റി എഴുതിക്കൂടെ നമുക്ക്? ഇല്ലേ? Yes, sir. Can we write omega equal to 2π by t? Yes, sir. ഇതാണ് ആംഗുലാർ വെലോസിറ്റിയും ടൈം പീരീഡും തമ്മിലുള്ള കണക്ഷൻ. What is the relation between angular velocity and time period? പറ. Omega Omega is equal to 2π by t. Yes, omega 2π by equal to t. 2π by t. That is the relation between angular velocity and time period. Hope that this is also clear to you. Yes, sir. Yes. Yes, sir. അപ്പോൾ അതും എഴുതി വെച്ചു നിങ്ങൾ. ഒമേഗ ഈക്വൽ ടു 2π by t. ഇനി അടുത്തൊരു ഹെഡിങ് എഴുതിക്കോ. റിലേഷൻ ബിറ്റ്വീൻ ഒമേഗ ആൻഡ് ന്യൂ. ഞാൻ പറഞ്ഞു ഒമേഗയും ന്യൂവും ഒന്നല്ല, രണ്ട് ആൾക്കാരാണ്. പക്ഷെ അവർ തമ്മിലൊരു ബന്ധമുണ്ട്. ഒമേഗയും ന്യൂവും തമ്മിലുള്ള ബന്ധം പറയാൻ വേണ്ടിയിട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് അല്ലേ കുട്ടികളെ? Yes, sir. അതെ. അങ്ങനെയാണെങ്കിൽ ഒമേഗ എന്ന് പറയുന്നതിനെ നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച ഇക്വേഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ 2π × 1/t എന്നും എഴുതിക്കൂടെ? 2π by t ക്ക് പകരം 2π × 1/t. Can I write like this also? Yes, sir. Yes. അപ്പൊ ഒമേഗ എന്ന് പറയുന്നതിന് 2π × 1/t എന്നൊക്കെ എഴുതാം. അങ്ങനെയാണ് ഒമേഗ ഈക്വൽ ടു 1/t ക്ക് വരെ എന്ത് കൊടുക്കാം? 1/t ക്ക് വരെ ന്യൂ എന്ന് കൊടുക്കാം. അപ്പൊ ഒമേഗ ഈക്വൽ ടു 2π ന്യൂ. Can we write like this? Yes, sir. Yes, sir. Yes. ഇതാണ് ആംഗുലാർ വെലോസിറ്റിയും ഫ്രീക്വൻസിയും തമ്മിലുള്ള കണക്ഷൻ. ഒമേഗ ഈക്വൽ ടു 2π ന്യൂ. Is it clear to you? Yes, sir. Yes. അപ്പോൾ now you have found out the connection between angular velocity and frequency. ഇതൊക്കെ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചില്ലേ? Yes, sir. Yes. ഒരു ചോദ്യം എഴുതിക്കോളൂ. A substance execute circular motion. A substance executes circular motion where it is having 20 revolution in 1 minute. Where it is having 20 revolution in 1 minute. Find its
frequency, time period, and angular velocity. A substance is having 20 revolution in 1 minute. Find its frequency, time period, and angular velocity. ചോദ്യം എഴുതിയോ? Yes, sir. Yes. So you have written the question. എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്തുക? അപ്പം അത് 1 മിനിറ്റിന് 60 സെക്കൻഡ്സ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് റെവല്യൂഷൻസ് കംപ്ലീറ്റഡ് ഇൻ 1 മിനിറ്റ് ആണോ, നമ്പർ ഓഫ് റെവല്യൂഷൻ കംപ്ലീറ്റഡ് ഇൻ 1 സെക്കൻഡ് ആണോ? Number of revolution counts 1 second. അപ്പം 20 revolution in 1 minute ആണെങ്കിൽ what is the number of revolution in a second? 20 into അപ്പോൾ ഒരു മിനിറ്റിൽ 20 revolution. 1 minute എന്ന് പറയുന്നത് 60 സെക്കൻഡ് അല്ലേ? ആണോ? Yes, sir. Yes, sir. 60 സെക്കൻഡിലാണ് 20 revolution. അപ്പൊ ഒരു സെക്കൻഡിൽ എത്ര revolution ആയിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 divided by 60 ആയിരിക്കില്ലേ? Yes, sir. Yes, sir. So number of revolutions completed in 1 second is frequency. Therefore, it should be 20 by 60, which is 1/3 hertz. Frequency the unit hertz ആണ്. ഓർക്കുന്നുണ്ടോ? Yes, sir. Yes, sir. അപ്പൊ frequency 1/3 hertz. Time period എന്ന് പറയുന്നത് എന്താ? Time period എന്ന് പറയുന്നത് reciprocal of frequency ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ഫ്രീക്വൻസി ആയിരിക്കില്ലേ? അപ്പൊ ടൈം പീരീഡ് is equal to 1/nu ആണ്. ന്യൂ 1/3 ആണ്. 1/nu എന്ന് പറയുന്നത് 3 ആയിരിക്കില്ലേ? Yes, sir. ആണോ? ക്ലിയർ ആണോ? Yes, sir. അപ്പോൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് 3 സെക്കൻഡ്. ക്ലിയർ? Is it clear to you? Yes, sir. Yes. അപ്പോൾ ടൈം പീരീഡ് 3 സെക്കൻഡ് എന്ന് കിട്ടും. ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് 2π nu ആണല്ലേ? അതുകൊണ്ട് 2π into ന്യൂന് വേറെ എന്ത് കൊടുക്കാം? 1/3. 1/3. അപ്പൊ 2/3 പൈ ആംഗുലാർ വെലോസിറ്റിയുടെ SI യൂണിറ്റ് എന്താണ്? Radian second raised to -1. Are we getting an answer like this? Yes, sir. 2/3 pi rad second raised to -1. Clear ആണോ? Yes, sir. Yes. അപ്പോൾ നമ്മൾക്ക് ആംഗുലാർ വെലോസിറ്റിക്ക് ഇങ്ങനെ ഒരു റിലേഷൻ, ടൈം പീരീഡിന് ഇങ്ങനെ ഒരു റിലേഷൻ, ഫ്രീക്വൻസി ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടും. ക്ലിയർ? ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ കണ്ടുപിടിച്ച രീതിയും ക്ലിയർ ആണെങ്കിൽ y എന്ന് ടൈപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ x. If it's clear to you, type y. If it's not clear to you, type x. Clear ആണെങ്കിൽ y, clear അല്ലെങ്കിൽ x. Okay. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കുറച്ച് ആളുകളെയൊക്കെ കിട്ടി. ഇനി അടുത്തൊരു ഹെഡിങ് എഴുതിക്കോളൂ. Centripetal acceleration. Write the next heading, centripetal acceleration. Centripetal acceleration എന്ന് എഴുതുക. അതിനെ താഴെ എഴുതുക, അല്ലെ അതിന്റെ ബ്രാക്കറ്റിൽ എഴുതുക a suffix c. a suffix c. a താഴെ c. എഴുതിയില്ലേ? Yes, sir. ഡെഫിനിഷൻ ആയിട്ട് എഴുതിക്കോളൂ. It is the acceleration towards the center. It is the acceleration towards the center for a substance executing. It is the acceleration towards the center for a substance executing
uniform circular motion. It is the acceleration towards the center for a substance executing uniform circular motion. Uniform circular motion execute ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസിന്റെ സെൻട്രലോട്ടുള്ള ആക്സിലറേഷനെയാണ് നമ്മൾ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ എന്ന് വിളിക്കുക. It is the acceleration directed towards the center for a substance executing uniform circular motion. Clear? Is it clear to you, students? Yes, sir. Sir. Yes. അപ്പോൾ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്ന ഒരാളുടെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. അതായത് ഒരു യൂണിഫോം സർക്കുലാർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസിന്റെ സെൻട്രലോട്ട് ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. ആ സെൻട്രലോട്ട് ഉണ്ടാവുന്ന ഈ ആക്സിലറേഷനെയാണ് നമ്മൾ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ എന്ന് വിളിക്കുക. നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ എങ്ങനെയാണ് സെൻട്രലോട്ട് ആവുക, അതേപോലെ തന്നെ സെൻട്രിപീറ്റൽ ആക്സിലറേഷന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താണ്, അതൊക്കെ കണ്ടുപിടിക്കാം. അപ്പം ഇവിടെ നമ്മൾ ഇതുവരെ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടൈം പീരീഡ്, ടൈം ടേക്കൺ ഫോർ വൺ റെവല്യൂഷൻ. ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫ്രീക്വൻസി അല്ലേ? ആംഗുലാർ വെലോസിറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് ഡി തീറ്റ ബൈ ഡി ടി ആണ്. ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള അല്ലെ SI യൂണിറ്റ് എന്താ? റേഡിയൻ സെക്കൻഡ് റേസ് ടു -1, ഡയമെൻഷൻ ഫോർമുല T റേസ് ടു -1. ആംഗുലാർ വെലോസിറ്റിയും ഫ്രീക്വൻസിയും തമ്മിലുള്ള കണക്ഷൻ ഒമേഗ ഈക്വൽ ടു 2π/nu. ആംഗുലാർ വെലോസിറ്റിയും ടൈം പീരീഡ് തമ്മിലുള്ള കണക്ഷൻ ഒമേഗ ഈക്വൽ ടു 2π/t. ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ അല്ലേ? Yes, sir. നമ്മളുടെ അടുത്ത വീഡിയോ ഒരു 5 മിനിറ്റ് ബ്രേക്കിന് ശേഷം അതിൽ നമുക്ക് സെൻട്രിപീറ്റൽ ആക്സിലറേഷനെ വിശദമായി സംസാരിക്കാം. സോ വി ആർ സ്റ്റോപ്പിംഗ് ദിസ് ക്ലാസ് ഓവർ ഹിയർ. 5 മിനിറ്റിന് ശേഷം കാണാം.